ചങ്ങായിമാരെ, പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഞാനായിരുന്നു മേധാവിയെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ നമ്മളെ ചാണകസംഖി TG മോഹൻദാസിനെ ഉണ്ടല്ല, നമ്മൾ അരിശി യൂസഫ് ഉണ്ടല്ല, കണ്ട വഴി ഓടിച്ച് വയറ് നിറയെ കൊടുത്തിട്ട് കണ്ട വഴി ഓടിച്ച്. എന്തായാലും ചാകാൻ വേണ്ടി കുഴിയിൽ കാലത്ത് വെച്ചിരിക്കുന്ന ആ സമയത്ത് പോലും വൃത്തികേട് മാത്രം പറയുകയും വൃത്തികേട് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ചാണകസംഖി TG മോഹൻദാസിനെ നമ്മളെ യൂസഫ് ഉണ്ടല്ല, അരിശി യൂസഫ് നാണം കെടുത്ത ആ വീട് നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. CJP സമരം ഞാനായിരുന്നെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. പോയില്ലെങ്കിൽ വെടിവെക്കാൻ പറയും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. TG മോഹൻദാസ്, കിരീടത്തിലെ കീരിക്കാടൻ ജോസ്, വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ, ഇവരെ പോലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊന്ന് പേടിക്കും. ഇത് ആഞ്ഞൊരു വഴിവിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പറന്നു പോകുന്നവരൊക്കെ പറഞ്ഞാൽ ജനം ചിരിക്കത്തേ ഉള്ളൂ, പേടിക്കത്തില്ല. എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമാണോ ഈ ഒരു ധൈര്യം ഞാൻ കണ്ടിരിക്കുന്നത്? ഇതെങ്ങനെ കിട്ടി കുട്ടി? നിനക്ക് ഇത്രയും വലിയ ധൈര്യം? കുട്ടിയല്ല അപ്പാപ്പ, എങ്ങനെ കിട്ടി ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം? സമ്മതിക്കണം. സത്യത്തിൽ ഇങ്ങനെയുള്ള സംസാരത്തിനൊക്കെ ഷൗട്ട് ചെയ്ത് വേണം നമ്മൾ പറയാൻ. പക്ഷെ ഞാൻ ഷൗട്ട് ചെയ്തൊന്നുമല്ല പറയുന്നത്. വളരെ ശാന്തമായിട്ട് സമാധാനത്തിൽ താങ്കളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് പറയാണ്. അപ്പാപ്പനത് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? മനസാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരന് സാധിക്കത്തില്ല. ഈ സമരം ചെയ്ത യുവാക്കളെയും യുവതികളെയും വെടിവെച്ചങ്ങോട്ട് കൊല്ലാനാണ് പറയുന്നത്. ഇത്രക്ക് ദുഷ്ടതയാണോ മനസ്സിൽ? ഇത്രയും കല്ലാണോ മനസ്സ്? നമുക്കൊക്കെ അത് കേട്ടിട്ട് ഉണ്ടല്ലോ, പറഞ്ഞിരിക്കാൻ പറ്റാത്ത വിഷമമാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത നമ്മുടെ ഇന്ത്യയുടെ ഭാവി തലമുറകളായ യുവാക്കളായ വിദ്യാർത്ഥിനികളെ ഒരു ദാക്ഷിണ്യമില്ലാതെ ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലും, എന്നിട്ട് ആ ശവം പറക്കിക്കൊണ്ട് ആശുപത്രിയിലാക്കുമെന്ന് പറയാൻ താങ്കളാണോ ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹിയായ പൗരൻ? ഇതാണോ താങ്കളുടെ രാജ്യസ്നേഹം? അപ്പാപ്പന്റെ വീട്ടിലൊന്നും മക്കളില്ലേ? അപ്പാപ്പന്റെ വീട്ടിലെ മക്കളോ അപ്പാപ്പന്റെ പരിസരത്തെ മക്കളോ അപ്പാപ്പന്റെ ബന്ധുക്കളുടെ മക്കളോ ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നെങ്കിൽ അപ്പാപ്പൻ അവരെ വെടിവെച്ച് കൊല്ലുമായിരുന്നു. എന്നിട്ട് ശവമൊക്കെ ഇങ്ങനെ പെറുക്കി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് തള്ളുമായിരുന്നു. അല്ല, അറിയാൻ പറ്റാണ്ട് ചോദിക്കും കേട്ടോ. അതാ അപ്പാപ്പൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് അറിയില്ല, അപ്പാപ്പനെ കുറിച്ച് അറിയില്ല. കല്യാണം കഴിച്ച മക്കളൊന്നും ഇല്ല. മക്കളില്ലാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ പറയില്ല നമ്മുടെ മക്കളെ കൊല്ലാൻ. ഇങ്ങനെ പറയാൻ തോന്നി എന്റെ അപ്പാപ്പ ഇങ്ങനെയൊക്കെ. താങ്കൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അതിന്റെ മുഖ്യാധികാരി മോഹൻ ഭാഗവത്, അദ്ദേഹം ഈ കുട്ടികളുടെ ഈ സമരത്തെ കരുണയോടുകൂടിയാണ് കണ്ടത്. ഇതിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത എന്ത് വൈരാഗ്യമാണ് എന്റെ അപ്പാപ്പൻ ഈ മക്കളോടുള്ളത്. പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയൊക്കെ 1947 മുമ്പായിരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യക്കാരല്ല, ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് തോന്നിയവരൊക്കെ വെടിവെച്ചു കൊല്ലാം. ചോദിക്കാനും പറയാനും അധികാരമില്ലല്ലോ. അത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിനെ പോലെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗാന്ധിജിനെ നിങ്ങൾ തന്നെ വെടിവെച്ചു കൊന്നു. അതിന്റെ ധൈര്യത്തിനാണോ ഇനി എല്ലാവരും അങ്ങോട്ട് വെടിവെച്ചു കൊല്ലാം എന്നുള്ള ഒരു ചിന്ത ഇപ്പൊ മനസ്സിലേക്ക് വന്നത്? അപ്പം പറഞ്ഞ പോലെ അവരങ്ങനെ ചുമ്മാ വെടിവെച്ചു കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഇപ്പൊ കോടിക്കണക്കിന് ആളുകളുണ്ട്. അത് ഭരിക്കുന്നവർക്കും അറിയാം കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രി മോദിജിനേക്കാളും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിനേക്കാളും ചങ്കുറ്റമാണോ അപ്പാപ്പനുള്ളത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ ഒരു സംസാരത്തോടുകൂടി ഉരുക്കല്ല, അതിലൊക്കെ മേലെ ഒരു അവാർഡ് പട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് അപ്ലൈ ചെയ്ത് വിട്ടേക്ക്. അപ്പാപ്പ ഈ വിദ്യാർത്ഥിനികൾ സമരം ചെയ്തതേ ബലാത്സംഗം ചെയ്ത് ആൾക്കാരെ തുറന്നു വിടണമെന്നോ കൊലപാതകം ചെയ്ത ആൾക്കാരെ തുറന്നു വിടണമെന്നോ എന്നൊക്കെ പറഞ്ഞൊന്നും അല്ല. നീറ്റ് പരീക്ഷ ഗവൺമെന്റ് നീറ്റായിട്ട് നടത്താഞ്ഞത് കൊണ്ടാണ് അവർ സമരം ചെയ്തത്. ഈ മെഡിസിനൊക്കെ നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിലേ പ്രൈവറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണം. ഇതൊന്നും ഇല്ലാത്ത പാവങ്ങളായ വിദ്യാർത്ഥിനികളുണ്ട്. അവർക്കൊരു മെഡിസിൻ അഡ്മിഷനൊക്കെ ഗവൺമെന്റ് കോട്ടയിൽ കിട്ടണമെങ്കിലേ നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട്. അത് എഴുതി പാസ്സാകണം. അങ്ങനെ പാസ്സായി ആ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് ഗവൺമെന്റ് കോട്ടയിൽ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പാവങ്ങളായ വിദ്യാർത്ഥിനികൾ ഉറക്ക ഒഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അവർക്ക് ഗവൺമെന്റ് കോട്ടയിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് അവർ പരീക്ഷ എഴുതിയത്. നിങ്ങളുടെ ആളുകൾ തന്നെ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ കോഴ വാങ്ങി ഈ ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കുന്നു. അത് പിടിക്കപ്പെട്ടപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി ഉറപ്പായിട്ടും എനിക്ക് ആ സീറ്റ് കിട്ടും, ഉറപ്പായിട്ടും ഞാൻ ജയിക്കും, എനിക്ക് മെഡിസിനിൽ ഗവൺമെന്റിന്റെ കോട്ടയിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ ഈ തീരുമാനത്തിൽ മനംതൊന്ന് എത്ര കുരുന്നുകളാണ് ആത്മഹത്യ ചെയ്തത്? 30ഓളം കുരുന്നുകൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ വിദ്യാർത്ഥിനികളുടെ ഭാവി അവതാളത്തിലാക്കിയ ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ജീവൻ കളഞ്ഞ ആ കുരുന്നുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇതുപോലുള്ള ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അപ്പാപ്പ ആ കുരുന്നുകൾ അവിടെ പോയി സമരം ചെയ്തത്. എന്നിട്ടോ ന്യായമായ അവകാശമല്ലേ എന്നങ്ങോട്ട് അംഗീകരിച്ചേക്കാമെന്ന് സർക്കാർ ആലോചിച്ചോ? ഇല്ല. ഈ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ ക്രൂരമായി തല്ലിച്ചതച്ചു. വിദ്യാർത്ഥിനികളെ ശാരീരികമായിട്ട് വരെ പീഡിപ്പിച്ചു. ഇതൊന്നും അപ്പാപ്പൻ അറിഞ്ഞില്ല അല്ലെ? അപ്പാപ്പൻ ഇതൊന്നും കാണൂല. താങ്കളെ ഒരു മനുഷ്യനായിട്ട് ഇനി കാണാൻ പറ്റത്തില്ല. ചെകുത്താനെ പോലെ കാണുന്നത്. കാരണം ചെകുത്താന്മാർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയത്തുള്ളൂ. ഈ മക്കൾ അപ്പാപ്പനോട് എന്ത് തെറ്റ് ചെയ്തു? മക്കൾ ചെയ്യുന്നത് ന്യായമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കായിരുന്നു കൂടെ. സമരം ചെയ്ത് വിജയക്കൊടി പാർച്ച എന്റെ യുവജനങ്ങളെ, നിങ്ങൾക്ക് 1000 ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇനിയും ഈ ഊർജം കെടാതെ മുന്നോട്ട് പോവുക. എന്ത് അന്യായമായ കാര്യങ്ങൾ കണ്ടാലും പ്രതികരിക്കുക. എല്ലാവിധ ആശംസകളും. അപ്പാപ്പ ഒരു പൊടി കടങ്ങ്.
എന്റെ യൂസഫക്ക ഈ പരനാറി ചാണക സംഖ്യയിട്ടില്ല. നമ്മൾ പണ്ടേ എപ്പ തൊട്ട് ഇയാളെ അറിയോ അപ്പൊ തൊട്ടേ ഉണ്ടല്ല മനുഷ്യനായിട്ട് കാണാറേ ഇല്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ടല്ല ഇപ്പോഴാണ് ഈ വൃത്തികെട്ടനെ കുറിച്ച് ശരിക്കും മനസ്സിലായത്. ഇതുപോലുള്ള വൃത്തികെട്ട വർത്താനം ഉണ്ടല്ല ഈ ചാണക സംഖ്യ പണ്ടേ പറയുന്നത്. പ്രത്യേകിച്ചിട്ടല്ല മുസ്ലിം മതത്തെ കുറിച്ചിട്ടല്ല വൃത്തികേട് മാത്രമേ ഈ പരനാറി പറയാറുള്ളൂ. ഇപ്പൊ പക്ഷെ അത് വിദ്യാർത്ഥികൾക്കെതിരെ പറഞ്ഞു. അതാണ് ആകെയുള്ളൊരു വ്യത്യാസം. ഇനി ഈ പരനാറി സംഖ്യ ഉണ്ടല്ല ആ വൃത്തികേട് പറഞ്ഞ ശേഷം അതിലും വലിയൊരു വൃത്തികേടുണ്ടല്ല വേറെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സമരത്തിനിടക്കണ്ടല്ലോ ഒരുപാട് വിദ്യാർത്ഥിനികൾക്ക് ലൈംഗികമായ അക്രമം നേരിട്ടിരുന്നു. അതിന് ഈ ചാണക സംഖ്യ പറയുന്നു ആ സമയത്തുണ്ടല്ലോ ആ വിദ്യാർത്ഥിനികൾ നല്ലോണം സൂയിക്കലാണെന്ന്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഈ പരനാറി പറഞ്ഞ വൃത്തികേടുണ്ടല്ല ആ വൃത്തികേട് കൂടി നമുക്ക് കേൾക്കാം. അതിനുശേഷം ഈ പരനാറിക്ക് മറുപടിയും കൊടുക്കാം. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിന്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി രക്തസാക്ഷികൾ സിന്ദാബാദ് പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കിഡിങ് ഡിങ് എന്ന് പറഞ്ഞു. നീ ഇപ്പൊ പാടിയ ഡിങ്കിടി ഉണ്ടല്ല അത് നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ പെങ്ങന്മാർക്കും ഉണ്ടല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ആരെങ്കിലും ബലാത്സംഗം ചെയ്യുമോ എന്ന് ചോദിച്ചു നടക്കുന്ന ടീമായിരിക്കും നിന്റെ വീട്ടിലുള്ളവര്. പക്ഷെ അവരെ പോലെയാണ് ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ല അവരൊന്നുണ്ടല്ല നീ തെറ്റിദ്ധരിക്കാൻ പാടില്ലട്ടാ. അതായത് നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ പോലെയാണ് എല്ലാ സ്ത്രീകളെന്ന് നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല ചാണക സംഖ്യ. ഇനി ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ പറയാ, ഇവൻ ഈ വൃത്തികേട് പറഞ്ഞ ശേഷം RSകാർ എന്താ പറഞ്ഞറിയാ, ഇവനുണ്ടല്ല RSA അല്ല പോലും. ഇത്രയും കാലം ഉണ്ടല്ലോ ഇവൻ മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയതയും വൃത്തികേടും പറയുമ്പോണ്ടല്ല RSകാർ അന്നേരം പറഞ്ഞത് ഇവനുണ്ടല്ല നല്ല പക്ക RSകാരനാണെന്ന് അന്ന് RSകാർ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കയ്യിൽ നിന്ന് പോയപ്പോ നമ്മൾ RSകാരുണ്ടല്ല ഇവനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയെന്ന്. ഇനി ഇതിലും വലിയ നാണക്കേടെന്നറിയാം ഇവനിട്ട് ഈ വീഡിയോ ഉണ്ടല്ല ഈ വീഡിയോന്റെ അടിയിലുണ്ടല്ല ഇവനെപ്പോലത്തെ കുറെ ചാണക സംഖ്യ ഉണ്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവൻ പറഞ്ഞിട്ടുണ്ടല്ല വളരെ കറക്റ്റാന്നും പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഇടുന്ന പരനാറി സംഖ്യകളെ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ല പെൺമക്കൾ ഉണ്ടാവുമല്ലോ, നിന്റെയൊക്കെ വീട്ടിലുണ്ടല്ല പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ. ആ പെൺകുട്ടികളുണ്ടല്ല ആ കമന്റ് ഇട്ട പരനാറികളുണ്ടല്ല അവരൊക്കെ എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടുന്നുണ്ടാവുക. സ്വന്തം പെൺകുട്ടികളോട് അമ്മാതിരി വൃത്തികേട് കാണിക്കാൻ പറ്റുന്ന പരനാറികൾക്ക് മാത്രമേ മറ്റുള്ള പെൺകുട്ടികളുണ്ടല്ല ആ കുട്ടികളെ പറ്റി ഇമ്മാതിരി വൃത്തികേട് പറയാൻ പറ്റൂ. ഈ ചാണക സംഖ്യക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ചാകാനായി കുഴിക്കാട്ട് വെച്ച ഈ പരനാറിക്കെതിരെ കേസെടുത്തിട്ട് എന്ത് കാര്യം? എനിക്ക് കേരള പോലീസിനോടും കേരള സർക്കാരിനോടും ഒന്നേ പറയാവുള്ളൂ, ഇവനെതിരെ കേസ് എടുക്കല്ല വേണ്ടേ. ഇവൻ വന്നിട്ട് ഈ വൃത്തികേട് പറഞ്ഞ ചാനലുകളുണ്ടല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലായിട്ട് ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളുണ്ടല്ല നിങ്ങൾ പൂട്ടിക്കുക, സ്ഥിരമായിട്ട് അങ്ങ് പൂട്ടിക്കുക. അതായത് ഇവനെ പോലത്തെ വൃത്തികെട്ട നാറികൾക്ക് ഉണ്ടല്ല വൃത്തികേട് പറയാൻ വേണ്ടി ഒരവസരവും ഉണ്ടല്ല കൊടുക്കാൻ പാടില്ല. അതാണ് കേരള സർക്കാരും കേരള പോലീസും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോഴെന്തായാലും മനശ്രീ യൂസഫിനും ഈ ചാണക സംഖ്യക്കും ഈ ചാണക സംഖ്യ സ്നേഹിക്കുന്ന ഇവനെക്കാളും നാറിയ ചാണക സംഖ്യ ഉണ്ടല്ല അവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.